എന്ത് വിധീത് വല്ലാത്ത ചതീത്. എന്തൊക്കെയായിരുന്നു 10% കമ്മീഷൻ, അമ്പും വില്ലും, ഒലക്കട മൂട്. കൺഗ്രാറ്റ്സ് ഫോർ വിന്നിംഗ് ബിഗ് ബോസ് സീസൺ 7. ആ കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ബിഗ് ബോസ് സീസൺ 7ന്റെ വിജയിയായി മാറിയ അനുമോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അനുമോളെ വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട തുപ്പിക്കും ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിനപ്പുറത്തെ വഴിക്ക് വേലായിരം നീ എന്നെ ഒതുക്കും. റീ എൻട്രിയിലേക്ക് ഉൾപ്പെടെ പ്രവേശിച്ച് അനുമോൾക്ക് വേണ്ട സഹായങ്ങളും പരമാവധി വോട്ടും നേടിക്കൊടുത്ത മുൻ മത്സരാർത്ഥികളിൽ ചിലർക്കും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അനുമോളുടെ ഭാഗമാക്കി അനുമോളുടെ PR ആക്കി മാറ്റിയിരുന്നു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അല്ല, ഞാൻ പറയുന്നത് ന്യായീകരിക്കാൻ എക്സ്ക്യൂസ് പറയാനില്ല. തോറ്റ തോൽവി നമ്മൾ സമ്മതിക്കും, അതല്ല അത്രേ ഉള്ളൂ. നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയി വല്ലതും കഴിക്കും. തമാശ അല്ല, കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, ശരിയാണ്. അനീഷ് ജയിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, നടന്നില്ല. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അഖിൽ സ്റ്റോറി നോക്കി എടാ, കണ്ട് ഊക്കലിന്റെ അങ്ങേയറ്റം എനിക്ക് കിട്ടാൻ പോകുന്നു. 2 ദിവസം ഞാനായിരിക്കും എയറില്. നാണക്കേടായി പോയല്ലേ മോനെ, നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ, നീ ക്ഷമിച്ചു കളാ. എവിടെയോ പിഴച്ചു, ഞാനൊന്നും പറയാനും കിട്ടുന്നില്ല. ലോട്ട ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് കോപ്പുണ്ടാക്കി വെച്ച എന്നെ പൊളന്നളയാന്ന് വിചാരിച്ചോടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫോൺ സ്വിച്ച് ഓഫ് ആക്കാം. ബ്രോ കരച്ചിൽ വരുന്നു, കരച്ചിൽ വരുന്നത് കരയും. സാർ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോവോ? ഒരുപാട് അനുഭവിച്ചിട്ടല്ലേ ഇവിടുന്ന് പോവുള്ളൂ. നിനക്ക് കരയെങ്ങനെ ചെയ്യാം? ഞാൻ ലൈവിന്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണം, വേറെ വഴിയില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.